നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന വചനമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി അളക്കുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. അത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ വ്യാപരിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യേശുവിൻ്റെ മേൽ അത് വ്യാപരിച്ചപ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവ് ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എല്ലാ വാഴ്ചയ്ക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ നാമത്തിനും മുകളിലിരുത്തി. ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചാൽ ഇന്ന് പകൽ വിടുതലാണ്. നിശ്ചയമായും അത് വ്യാപരിക്കും. കേൾക്കുന്നവരിൽ അത് വ്യാപരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കും, നിങ്ങളുടെ തലമുറകളിൽ വ്യാപരിക്കും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. പള്ളികളിലൊക്കെ അത് എല്ലാ ശുശ്രൂഷകളിലും ആവർത്തിച്ച് വായിക്കാറുണ്ട്. 51 മസ്മൂറ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. അത് തലമുറകൾ ഏറ്റുപാടുകയാണ്. അത് ആയിരങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവശബ്ദമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പാട്ട് എങ്ങനെയാണ് പുറത്തു വന്നതെന്നറിയാമോ? അതെന്തുകൊണ്ടാണ് ഇന്ന് പകലും ചലിക്കുന്നതെന്നറിയാമോ? ആ പാട്ട് അതൊരു ഭക്തനിൽ വ്യാപരിച്ച വചനമായിരുന്നു. നാഥാൻ പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ, മുഖം നോക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ ശുശ്രൂഷിച്ച, ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവത്തിൻ്റെ പ്രവാചകൻ രാജകൊട്ടാരത്തിൽ വന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൂത് പറയുകയാണ്. ആ മനുഷ്യൻ നീ തന്നെ. ദാവീദാണ് അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിലെ കുറവുകളെ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു. രാജാവാണ്, രാജാവിനോട് നല്ലതേ പറയാവൂ. നല്ലത് പറഞ്ഞില്ലെങ്കിൽ തല പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട് ഒരാളുടെ, യോഹന്നാൻ സ്നാപകന്റെ. രാജാവിൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ തലയെടുത്തു. ഇവിടെ ഇതാ ദാവീദിൻ്റെ കുറവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ദാവീദിൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാവീദിൻ്റെ അകത്ത് ആ ദൈവശബ്ദം വ്യാപരിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശബ്ദം വ്യാപരിച്ചപ്പോൾ അത് അവനിൽ വരുത്തിയ മാറ്റങ്ങളാണ് നാം വായിക്കുന്ന 51 മസ്മൂറ. അത് മാറ്റത്തിൻ്റെ വചനമാണ്. തലമുറകളുടെ മാനസാന്തരത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളിൽ വ്യാപരിച്ചാൽ അത് നിങ്ങൾക്ക് വിടുതലാണ്. യോഹന്നാൻ സ്നാപകൻ ഹെരോദ രാജാവിൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചു. കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതെന്തുകൊണ്ടാണ്? ദൈവം നമ്മെ വിളിച്ചത് നിത്യതയിലേക്കാണ്. നാം കടന്നു പോകുന്ന ഭവനം സ്വർഗമാണ്. ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാനുള്ളൊരു വിളിയാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കുറവുകളെ ചൂണ്ടിക്കാണിക്കും, അല്ലേ? ഫലം കായ്ക്കാത്തതിനൊക്കെ ദൈവം ചെത്തുന്നുണ്ട്. ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അതോത് പറഞ്ഞപ്പോൾ ഹെരോദ രാജാവിന് ദൈവഭയം ഉണ്ടായി. യോഹന്നാനെ സൂക്ഷിക്കാനാണ് ഹെരോദാവിന് തോന്നിയത്. എന്നാൽ ആ ദൂത് ഹെരോദ്യ കേട്ടപ്പോൾ അവൾക്ക് ദൈവഭയമില്ലാതിരുന്നത് കൊണ്ട്
പകയാണ് ഉണ്ടായത്. അത് അവളിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാനെ കൊന്നുകളയണമെന്നുള്ളൊരു ചിന്തയാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ തിരുത്തുന്ന വചനം നമ്മെ ശുദ്ധീകരിക്കാൻ വരുന്നതാണ്, ദൈവം അയക്കുന്നതാണ്. അതിനോട് ദാവീദിന്റെ പ്രതികരണം, ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ നമ്മെ തിരുത്തുന്ന വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. അത് നമ്മെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ വരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാം. താഴ്മ ധരിക്കാം, അനുസരണം കാണിക്കാം, പശ്ചാത്തപിക്കാം. അതെ, അത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. നിന്നിലൂടെ, എന്നിലൂടെ, നമ്മിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.